അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകുന്ന കനത്ത പ്രഹരങ്ങളിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ വിചിത്രമായ ഭീഷണികളുമായി രംഗത്ത്. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക നീക്കത്തിനും മറുപടി അതിർത്തിയിൽ ഒതുങ്ങില്ലെന്നും കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ കടന്നുകയറി തിരിച്ചടിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഭീഷണി മുഴക്കി. സിയാൽകോട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിപ്പിച്ചാണ് ഇന്ത്യ ഈ വെല്ലുവിളിയെ നേരിട്ടത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കൊൽക്കത്തയെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഖ്വാജ ആസിഫ് പ്രഖ്യാപിച്ചത് പ്രതിരോധ വിദഗ്ധർക്കിടയിൽ പരിഹാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യുദ്ധമുണ്ടായാൽ അത് കേവലം 200-250 കിലോമീറ്റർ ചുറ്റളവിൽ പരിമിതപ്പെടുത്തില്ലെന്നും ഇന്ത്യൻ മണ്ണിൽ കയറി വീടുകൾക്കുള്ളിൽ വരെ പ്രഹരമേൽപ്പിക്കുമെന്നാണ് പാക് മന്ത്രിയുടെ വാദം. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റുവാങ്ങിയതിനേക്കാൾ വലിയ അപമാനമായിരിക്കും ഇത്തവണ പാകിസ്ഥാനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാക് മന്ത്രിയുടെ ഭീഷണിക്ക് മറുപടിയായി 2025 ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ചർച്ചയാവുകയാണ്. 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഇത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനെ കടലിൽ നിന്ന് ആക്രമിക്കാൻ വെറും 22 മിനിറ്റ് മാത്രം അകലെയായിരുന്നുവെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി വെളിപ്പെടുത്തിയിരുന്നു. അന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ആക്രമണം ഒഴിവാക്കിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യ ഒരു വ്യാജ ഓപ്പറേഷന് പദ്ധതിയിടുന്നതായിട്ടാണ് ഖ്വാജ ആസിഫിന്റെ മറ്റൊരു വിചിത്ര ആരോപണം. പാക് പൗരന്മാരെയോ സ്വന്തം ആളുകളെയോ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ പ്രദർശിപ്പിച്ച് ഭീകരാക്രമണമാണെന്ന് ഇന്ത്യ വരുത്തി തീർക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളും ഹാജരാക്കാൻ പാക് മന്ത്രിക്ക് കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള പാകിസ്ഥാന്റെ സ്ഥിരം അടവാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. അയൽ രാജ്യത്തു നിന്നുള്ള ഏതൊരു തെറ്റായ നീക്കത്തിനും നിലവിലെ സാഹചര്യത്തിൽ അഭൂതപൂർവവും നിർണായകവുമായ നടപടിയുണ്ടാകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവർത്തിച്ചു. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള തിരിച്ചടി ഒരു തുടക്കം മാത്രമാണെന്നും അത് അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ വേളയിലാണ് അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ഇറാൻ-ഇസ്രായേൽ യുദ്ധഭീഷണിയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ മേഖലയിലെ സമാധാനം കൂടുതൽ തകർക്കുന്നതാണ്. ഇന്ത്യയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും ഏത് നഗരത്തെ ലക്ഷ്യം വെച്ചാലും പാകിസ്ഥാൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു.